കുറച്ച് സീരിയൽസ് ഞാൻ ചെയ്തിരുന്നു. ആ ഒരു ടൈമിലുള്ള സീരിയൽസ്, വീണ്ടും ജ്വാലയായി, മിന്നുകെട്ട്, പിന്നെ ശ്രീ ഗുരുവായൂരപ്പൻ, ആ ഒരു ടൈമിൽ നമ്മുടെ സീരിയലുകളുടെ പുഷ്കലകാലമായിരുന്നു. അപ്പം അതും ഈ പറയുന്ന പോലെ സംഭവിച്ച എല്ലാം നമ്മൾ ലൈഫിൽ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ദൈവം അല്ലേ അങ്ങനെ കൊണ്ടുവന്ന ഒരു കാര്യം യാദൃശ്ചികമല്ല. പക്ഷെ ഒന്നിനൊന്നുകൂടെ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആയിരിക്കും എവിടെയെങ്കിലും ഒക്കെ വെച്ച്. കല്യാണത്തിന്റെ 2 ദിവസം മുൻപാണ് വെയിലിന്റെ ഫുൾ ഷൂട്ടും തീർത്ത് കല്യാണം കൂടാനായിട്ട് കല്യാണ പെണ്ണ് വരുന്നത് അല്ലേ? പിറ്റേ ദിവസം കല്യാണം. അതായത് അല്ലല്ല, സാധനങ്ങളൊക്കെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഉണ്ടായിരുന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊറോണ. അത് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ 2020 മാർച്ച് 20-നായിരുന്നു കല്യാണം. 2020 മാർച്ച് 21-ന് ലോക്ക്ഡൗൺ ആയി, കംപ്ലീറ്റ് ലോക്ക്ഡൗൺ ആയി. അപ്പം ഞാൻ സേഫായി. അപ്പം ഞാൻ അടിപൊളിയെന്ന് വെച്ചാൽ അന്ന് പക്ഷെ ലോക്ക്ഡൗൺ എന്താണെന്ന് നമുക്ക് അറിയില്ല. അന്ന് കൊറോണ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ പോലെ അറിയില്ല. നമ്മളിത് മാറും, എന്താ ചെറിയ പനിയാണ്, ഒരാഴ്ച കഴിഞ്ഞ് മാറും എന്നുള്ള രീതി ഇരിക്കുക. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ലോക്ക്ഡൗണിൻ്റെ ഒരു ഘോഷയാത്രയായിരുന്നു. അപ്പം ഞാൻ രക്ഷപ്പെട്ടു മോളെ എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റി. വെയിൽ സിനിമ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒരുപാട് കല്യാണം കഴിഞ്ഞു, ആ ഒരു സിനിമ തീർന്നു. ഇനി പൊതുവെ എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, കല്യാണം കഴിഞ്ഞില്ലേ ഇനിയിപ്പോ സിനിമയിലേക്കൊക്കെ പോവോ അതോ വീട്ടിലിരിക്കോ, എന്താണ് പരിപാടി? ഈ ചോദ്യത്തിനുള്ള മറുപടി വെരി സിമ്പിൾ. കാരണം കല്യാണം കഴിഞ്ഞ് വീട്ടിലിരിക്കാൻ പറ്റില്ല. അവാർഡ് സംഭവിച്ചു, പിന്നെ വീട്ടിലിരുന്നുണ്ട്, ഇതുവരെ ഇരുന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ടാണ് പടം റിലീസാകാൻ പോണേ. ഞാൻ പറഞ്ഞില്ലേ എല്ലാ യാദൃശ്ചികകളാണെന്ന്. നേരത്തെ ഓൾറെഡി റിലീസായിരുന്നെങ്കിൽ എനിക്ക് ഇതിനൊരു മറുപടി പറയാം. ഇതിപ്പോ പടം റിലീസായില്ല, പിന്നെ എന്തായാലും അതിനൊരു മറുപടി ഉണ്ട്. ഇനി ചിലപ്പോ ഇത് തന്നെ ആയിരിക്കും, എന്നെ ഇങ്ങനെ വീട്ടിലിരുത്തുമെന്ന് എനിക്ക് തോന്നണം. കാരണം വീട്ടിലിരുത്താൻ തോന്നില്ല എന്ന് പറയാൻ കാരണം വേറൊന്നുണ്ട്. ഒരു മെക്സിക്കൻ ഭാരതയുടെ ഒരു ശില്പമൊക്കെ ഇവിടെ ഇരിക്കുന്ന കണ്ടു. അപ്പൊ അത് മെക്സിക്കൻ ഭാരതയിൽ ചേച്ചി അഭിനയിച്ചിട്ടുണ്ടോ? അതില്ല, അത് ഭർത്താവാണെന്ന് പറഞ്ഞു. ഭർത്താവ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആണ് അല്ലേ? അപ്പൊ എന്തായാലും സിനിമ സീരിയലും ഒക്കെ ആയിട്ട് നമ്മളിവിടെ സജീവമായിട്ട് കാണും. അങ്ങനെയില്ല, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ കല്യാണത്തിന്റെ സമയത്ത്, കല്യാണം കഴിയുന്ന ആ കല്യാണത്തിന്റെ ഒരു ഉറപ്പിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, വെളുപ്പിനെ 5 മണിക്കൊക്കെ എണീക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ശരി, കല്യാണം കഴിഞ്ഞാൽ വെളുപ്പിന് 5 മണിക്കൊക്കെ എന്ന് വെച്ചാൽ ഞാൻ 7 മണിക്കൊക്കെ എണീക്കുന്ന ഒരാളാണ്. നടക്കണ കാര്യമില്ല, എന്നാലും കുറച്ച് ദിവസമൊക്കെ ഒപ്പിക്കാം, എന്നിട്ട് പിന്നെ നമുക്ക് പതുക്കെ നമ്മുടെ റൂട്ടീനിലേക്ക് വരാമല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിരുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ അത് അത്രയും നേരത്തേക്ക് വേണം? എപ്പോഴും വേണ്ട, രജനീകാന്തിൻ്റെ പടം റിലീസാവുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കോയമ്പത്തൂർ പോയി പടം കാണേണ്ടി വരും. എനിക്ക് സന്തോഷമായി, ഇടം വാലം പിന്നെ നിന്നോളാം, നമ്മൾ നടത്തിയിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ കല്യാണം അങ്ങനെ നടന്നു. കാരണം അത് നമുക്ക് വേണ്ടതാണല്ലോ. നമ്മൾ രാവിലെ 5 മണിക്ക് അങ്ങനെയല്ല, രണ്ടും ഉണ്ട്. ഞാൻ കാരണം ഞങ്ങൾ ഈ വെയിലിന്റെ പടത്തിലുണ്ടായിരുന്നു ആള്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, പ്രോജക്ട് ഡിസൈനർ ആയിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു.